യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. 2 തിമോത്തിയോസ് 2:13. ഏതൊരു കാര്യവും നമ്മെ ഒരാൾ ഏൽപ്പിച്ചാലും അതിൽ അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടാകുമെന്ന് വസ്തുതയാണല്ലോ. ഒരു ഡോക്ടർക്ക് ഡോക്ടറുടേതായ എല്ലാ ഭാരവും രോഗികളിൽ നിന്ന് അനുഭവിക്കേണ്ടതായി വരും. ഇതുപോലെ തന്നെ പൗലോസ്ലീഹ തിമോത്തിയോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ വിശദീകരണവും ദൈവം ആവശ്യപ്പെടുന്നുവെന്നത് വേദനാജനകമായ ഒരു സത്യമാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ മാത്രമല്ല ആ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള വിശദീകരണം എന്നത്. ദൈവം മാത്രം അറിയുന്ന ഒരു വഴി കൂടിയാണത്. ദൈവമാണ് തീരുമാനിക്കുന്നത് നാം എങ്ങനെയാണ് വിശദീകരിക്കപ്പെടുക എന്നുള്ളത്. കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് നമ്മെ എളിമപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ നിലയിൽ യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക എന്നതിനർത്ഥം ദൈവം ആവശ്യപ്പെടുന്ന ഏതൊരു വിശദീകരണ പ്രക്രിയയോടും നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് എപ്പോഴും അവൻ നമ്മിൽ മഹത്വപ്പെടുവാൻ തുറവിയുള്ളവരായിരിക്കുക എന്നുള്ളതുമാണ്. ഈ നിലയിൽ സുവിശേഷത്തിന് യോഗ്യമായ വിധത്തിൽ നമ്മെ സമർപ്പിക്കുന്നതിന് നമ്മെ ഒരുക്കാം.